ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാവ്യാഞ്ജലിസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബൂന്തി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അളവുകളൊക്കെ കുറച്ച് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അതേ പെർഫെക്ഷനിൽ തന്നെ ബൂന്തി ലഡു തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആദ്യമേ ബൂന്തി തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കപ്പിൽ വേണമെങ്കിലും കടലമാവ് എടുക്കാം, പക്ഷേ ബാക്കി എല്ലാ അളവുകളും ആ കപ്പിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1 പിഞ്ച് സോഡാപ്പൊടി, 1 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ഈ കടലമാവിലെല്ലാം ധാരാളം കട്ടകൾ കാണും. അതെല്ലാം മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇപ്പം ഞാനിത് കടലമാവെല്ലാം അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് ആദ്യമേ ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഇതങ്ങ് ലൂസാക്കി എടുക്കണം. പക്ഷേ ഒത്തിരി തിക്കായിട്ടും ഇരിക്കരുത്, ഒത്തിരി ലൂസായിട്ടും ഇരിക്കരുത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ബാറ്റർ ഇരിക്കേണ്ടത് നമ്മൾ ഒരു കിഴുത്തയുള്ള അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലവണ്ണം വീഴേണ്ട പരുവത്തിന് ആയി കിട്ടണം. എന്നാൽ ഒത്തിരി അങ്ങ് ലൂസായിട്ട് പോവുകയും ചെയ്തു. ഏകദേശം ഇതേ പരുവത്തിന് ഇങ്ങനെ നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ബൂന്തി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം ചൂടിലോട്ടാവുമ്പോൾ നമ്മളൊരു കിഴുത്തയുള്ള തവിയിൽ കൂടെ ഈ മാവ് ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ തവി ഇങ്ങനെ മാറ്റി പിടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ബൂന്തി എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്പൂണ് കൊണ്ടൊന്നും ഈ തവിയുടെ മുകളിലോട്ടൊന്നും വെച്ച് അമർത്തി കൊടുത്ത് വീഴിപ്പിക്കരുത്. ഇത് തന്നെത്താനെ വീഴുന്ന പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് ക്രിസ്പി ആവുന്നിടം വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കടലമാവ് ഒന്ന് വെന്ത് വരണം. ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ കോരി മാറ്റാവുന്നതാണ്. ഇത് സോഫ്റ്റായിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ പഞ്ചസാരപ്പാനിയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് പഞ്ചസാര നല്ലവണ്ണം അബ്സോർബ് ചെയ്യത്തുള്ളൂ. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനു മുമ്പേ നമ്മൾ ഈ തവി നല്ലവണ്ണം ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ തവണ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തവി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ തവി കൂടെ ഈ മാവ് വീഴാൻ വളരെ പാടുപെടും. അതുകൊണ്ടാണ് നമ്മൾ തവി ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് വേണം ഈ മാവ് ഒഴിച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ ബൂന്തി എല്ലാം റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട്. ബൂന്തി ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഒത്തിരി ഹാർഡായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ ബൂന്തിയുടെ ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ലഡുവിലോട്ട് ചേർക്കാനുള്ള കാഷ്യൂനട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ടാണ് എടുത്തിരിക്കുന്നത്. ബൂന്തി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ഭാഗം ബൂന്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം 3/4 ഭാഗത്തോളം ബൂന്തി ഞാനിങ്ങനെ ചെറുതായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൂന്തി ഇട്ട് കൊടുക്കാനുള്ള പഞ്ചസാര പാനി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കടലമാവ് ഏത് കപ്പിലാണോ അളന്നത് ആ കപ്പിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഈ ലഡുവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം പൊടിച്ചെടുക്കണം. ഇനി ഈ പൊടിച്ചെടുത്ത് പഞ്ചസാര ഏലക്കയും കൂടെ നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒട്ടും കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ ലഡു അത്ര ശരിയായിട്ട് വരത്തില്ല. നമുക്ക് ഈ പഞ്ചസാര പാനി നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് വരുമ്പോൾ നമ്മൾ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒട്ടുന്ന പരുവാകുമ്പോൾ ഇങ്ങനെ എടുക്കണം. അല്ലാതെ ഒത്തിരി ഇട്ട് തിളപ്പിച്ച് ഇത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ ലഡു ശരിയായിട്ട് കിട്ടത്തില്ല. ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ബൂന്തി ഈ പഞ്ചസാര പാനിയിലോട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ബൂന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുമ്പോൾ ഈ പഞ്ചസാര പാനി കുറച്ച് അതിൽ തന്നെ നിൽക്കുന്ന പോലെ വേണം ആവേണ്ടത്. എന്നാലേ പഞ്ചസാര ഈ ബൂന്തിലോട്ട് നല്ലവണ്ണം അബ്സോർബായിട്ട് കിട്ടത്തുള്ളൂ.
കുറച്ച് വെള്ളം പോലെ ഇരുന്നാലേ നമുക്ക് ലഡു ഉരുട്ടുമ്പോൾ നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഇനി കുറച്ച് നേരം വെച്ചിരിക്കുമ്പം ഈ പഞ്ചസാര എല്ലാം ഈ ബൂന്തിയിലോട്ട് നല്ലവണ്ണം അങ്ങ് അബ്സോർബായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ പഞ്ചസാര പാനിയെല്ലാം ഈ ബൂന്തിയിലോട്ട് നല്ലവണ്ണം അങ്ങ് അബ്സോർബായിട്ട് കിട്ടും. കുറച്ച് നേരം വെക്കുമ്പോൾ നമ്മൾ ഈ ബൂന്തിയെല്ലാം ഈ പഞ്ചസാര പാനി നല്ലതായിട്ട് അബ്സോർബായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കൽക്കണ്ടം കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം തന്നെ ലഡുവിന് നല്ല മധുരമാണ്. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് കൽക്കണ്ടം കൂടെ ചേർത്ത് കൊടുക്കാം. കൽക്കണ്ടം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് പിടിക്കാൻ പറ്റുന്ന ചൂടിൽ തന്നെ ഇതങ്ങ് ഉരുട്ടിയെടുക്കണം. എന്നാലേ നന്നായിട്ട് അങ്ങ് ഉരുട്ടി നല്ല ഷേപ്പിലായിട്ട് ഇത് കിട്ടത്തുള്ളൂ. നമുക്ക് ആദ്യമേ ഒരു ഷേപ്പൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഈ ചൂടോടുകൂടെ തന്നെ അങ്ങ് ഉരുട്ടി മാറ്റിയെടുക്കാം. ലഡുവിൻ്റെ സൈസ് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വലിയ ലഡു വേണമെങ്കിൽ വലുതായിട്ട് ഉരുട്ടണം, ചെറുത് മതിയെങ്കിൽ ചെറുതായിട്ട് ഉരുട്ടാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഒരു ഷേപ്പിൽ അങ്ങ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇത് അമർത്തി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ കൈയെല്ലാം ക്ലീൻ ചെയ്ത് വന്നിട്ട് നല്ല ഷേപ്പിൽ ഇതങ്ങ് അമർത്തി അങ്ങ് ഉരുട്ടിയെടുക്കണം. അതോടൊപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കൂടെ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് ഒന്നും കൂടെ അമർത്തി നല്ല ഷേപ്പിൽ ആക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ലഡു എല്ലാം ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഈ ലഡു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്